നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അപ്ഡേറ്റ്സുകളുമാണ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീർന്നാലും 30 ദിവസം വരെ അത് ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. ഈ ഗ്രേസ് പീരീഡിൽ ലൈസൻസ് പുതുക്കുന്നതിന് പ്രത്യേക അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല. കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ കാലാവധി അവസാനിക്കുന്ന തീയതി മുതൽ പുതിയ ലൈസൻസിന് പ്രാബല്യമുണ്ടാകും. എന്നാൽ കാലാവധി കഴിഞ്ഞ ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ അപേക്ഷിക്കുന്ന തീയതി മുതലായിരിക്കും പുതിയ ലൈസൻസിന്റെ കാലാവധി ആരംഭിക്കുക. കേന്ദ്ര വാണിജ്യ സഹമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച ജനവിശ്വസ്തത ഭേദഗതി ബില്ലിലാണ് മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട 20 ഭേദഗതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 29 കേന്ദ്ര നിയമങ്ങളിൽ ആകെ 754 ഭേദഗതികളാണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിസ്സാര നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായും ശിക്ഷകൾ യുക്തിസഹായമാക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിലെ 718 വ്യവസ്ഥകൾ വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനും 68 എണ്ണം ജനജീവിതം മെച്ചപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കുറ്റകൃത്യങ്ങളുടെ ഗൗരവമനുസരിച്ച് പിഴകൾ പരിഷ്കരിക്കുമെന്നും പരാതികൾക്കായി അപ്പീൽ അതോറിറ്റികൾ സ്ഥാപിക്കുമെന്നും മന്ത്രി ജിതിൻ പ്രസാദ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കൂ. അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പർ 1950 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ STD കോഡ് ചേർത്ത് വിളിച്ചാൽ വോട്ടർ ID നമ്പർ നൽകി വിവരങ്ങൾ അറിയാം. കൂടാതെ SMS വഴിയും വിവരങ്ങൾ ലഭ്യമാണ്. ഇതിനായി EC എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് നൽകി വോട്ടർ ID നമ്പർ ചേർത്ത് 1950 നമ്പർ എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കാം. കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അടുത്ത വാർത്താ അപ്ഡേറ്റ്, ദേശീയ പാതകളിലെ ടോൾ പിരിവ് കാര്യക്ഷമമാക്കുന്നതിനും വെട്ടിപ്പുകൾ തടയുന്നതിനുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുതിയ ഡിജിറ്റൽ റിക്കവറി നിയമങ്ങൾ കൊണ്ടുവരാനിരിക്കുകയാണ്. ടോൾ അടയ്ക്കാതെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഇരട്ടിയിലധികം പിഴ ഈടാക്കും. പണം അടയ്ക്കാത്തവർക്കും നോട്ടീസ് അയക്കാനും വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ തടയാനും അധികാരം നൽകുന്ന വിജ്ഞാപനം പുറത്തിറങ്ങി. 72 മണിക്കൂറിനുള്ളിൽ പണമടച്ചാൽ പിഴ ഒഴിവാക്കി യഥാർത്ഥ ടോൾ തുക മാത്രം അടയ്ക്കാം. അതിനുശേഷം ഇരട്ടി തുക അടയ്ക്കേണ്ടി വരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 2 മാസത്തെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തു തുടങ്ങി. ഓരോ ബാങ്കിന്റെ വ്യത്യാസം അനുസരിച്ച് തുക ലഭിക്കും. ATM വഴി പണം പിൻവലിക്കൽ കൂടുതൽ എളുപ്പമാണ്. കൈപ്പറ്റുന്നവർക്ക് നേരിട്ട് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത്, റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള അവസാന തീയതി മാർച്ച് 31 മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് അരി, ഗോതമ്പ് എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും. APL കാർഡ് ഉടമകൾക്കും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. ആനുകൂല്യങ്ങൾ വാങ്ങാത്ത പക്ഷം കാർഡിന്റെ മുൻഗണനാ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിഷു പ്രമാണിച്ച് സപ്ലൈകോ വഴി പ്രത്യേക കിറ്റുകളും ലഭ്യമാണ്. ഏകദേശം 1150 രൂപ വില വരുന്ന കിറ്റിന് 1001 രൂപയ്ക്ക് ലഭിക്കും. കൂടാതെ 100 രൂപയുടെ ഇളവ് നൽകുന്ന കൂപ്പൺ പദ്ധതികൾ ഒരുങ്ങിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2025-2026 സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനാൽ നികുതി സംബന്ധമായ നടപടികൾ പൂർത്തിയാക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. നിങ്ങൾ മുൻകൂറായി നികുതി ടാക്സ് 100% അടച്ചിട്ടുണ്ടെന്നും ബാങ്ക് രേഖകൾ ഫോം 26AS എന്നിവയുമായി ഒത്തുപോകുന്നുണ്ടെന്നും ഉറപ്പാക്കണം. പഴയ ടാക്സ് സ്കീം തുടരുന്നവർ 80C അല്ലെങ്കിൽ 80D പ്രകാരമുള്ള നിക്ഷേപങ്ങൾ ഈ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി രേഖകൾ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം ഉയർന്ന TDS ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 1 മുതൽ പാൻ കാർഡ് അപേക്ഷകൾക്ക് ജനന തീയതി തെളിയിക്കുന്ന അധിക രേഖകൾ നിർബന്ധമാക്കുന്നതിനാൽ നിലവിലെ ലളിതമായ രീതിയിൽ അപേക്ഷിക്കാൻ മാർച്ച് 31 വരെ സമയമുണ്ട്. കൂടാതെ ബാങ്കുകളിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ സഹകരണ സംഘങ്ങളിലെ കുടിശ്ശിക തീർപ്പാക്കാനുള്ള ഒറ്റത്തവണ പദ്ധതികളും KYC അപ്ഡേഷനും ഈ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അവസാനത്തെ വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. രാവിലെ കുറവുണ്ടായിരുന്നു, വില ഉച്ചയ്ക്ക് ഉയർന്നു. ഡെയിലി അപ്ഡേറ്റ്സ് ഇതോടെ പൂർണ്ണമാവുകയാണ്.